രാജു എപ്പോ വന്നു? കുറെ നേരമായി. അമ്മാവനകത്തുണ്ട്. ചായ അവിടെ വച്ചേക്കൂ. അമ്മാവൻ എപ്പോ വന്നു? ഒറ്റയ്ക്കാണോ? രാവിലെ വന്നതാ. അയ്യോ, ആരെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയച്ചാൽ മതിയായിരുന്നല്ലോ. തേച്ചു കുളിപ്പിക്കും തേവാരവും കഴിയട്ടെ എന്ന് വെച്ചു. എന്താ നിന്റെ ഉദ്ദേശം? ചോദിച്ചത് കേട്ടില്ലേടി? നീ എന്ത് ഭാവിച്ചോണ്ടാണെന്ന്? തന്തയെ കൊന്നെ തേച്ചു കുളിപ്പിച്ചോളാന്ന് നീ ആരോടെങ്കിലും ഏറ്റിട്ടുണ്ടോ? അവൻ നിന്റെ ആരാടി? അരവിന്ദൻ എന്റെ ആരാ? ആരുമല്ല. ഞാൻ എന്റെ ജോലി ചെയ്യുന്നു. പരിക്കേറ്റ് എന്റെ മുമ്പിൽ വന്ന ഒരു പേഷ്യന്റ്, ഒരു ഹ്യൂമൻ ലൈഫ്. വേണമെന്നും വേണ്ട. നീ ഹ്യൂമൻ ലൈഫ് സേവ് ചെയ്തിട്ടുണ്ട് അവിടെ കഞ്ഞുവെക്കാൻ. മതി ഇതിന്റെ ജോലി. ഇന്ന് ഈ ജോലി രാജിവെക്കണം. അവൾക്ക് സേവ് ചെയ്യാൻ കണ്ടൊരു ലൈഫ് പത്രത്തിൽ ഞാൻ വായിച്ചു. അരവിന്ദന്റെ നെഞ്ചിലേറ്റ ആഴത്തിലുള്ള മുറിവ് 5 മണിക്കൂർ സമയം എടുത്താണ് ഡോക്ടർ സാവിത്രി തുന്നിക്കെട്ടിയത്. ആ മുറിവ് നിന്റെ തറവാട്ട് പോയാ. കണ്ടാൽ കണ്ടയിടത്ത് വെച്ച് കൊന്നുകളഞ്ഞേക്കാൻ ഞാൻ ആളയക്കുന്നത് കണ്ടതല്ലേ നീ? അവന്റെയൊക്കെ മുഖത്ത് ഞാൻ ഇനി അങ്ങനെ നോക്കി. മതി എന്റെ ജോലി. ലീഗൽ പ്രശ്നങ്ങളിൽ ഉണ്ടായാൽ ഞാൻ നോക്കോളാം. കെട്ടിപ്പോഞ്ഞെടുക്കണിയെല്ലാം. അമ്മാവാ, ഉണ്ണി അടുത്താഴ്ച വരും. അവനെയൊന്നും അറിയണ്ട. പറഞ്ഞു കേട്ടില്ലേ? എന്താ നോക്കി നിൽക്കുന്നേ? എന്താ നോക്കി നിൽക്കുന്നെന്ന്? കൊച്ചമ്മേ, കൊച്ചമ്മേ. എന്താ ട്രീസേ? എന്താ ട്രീസേ? നീ ആ മറിയുടെ മോളല്ലേ? പച്ചക്കറി. അതെ. എന്താ ട്രീസേ? അരവിന്ദേട്ടന് ബോധം വീണു. ഞരങ്ങും മൂളും ഒക്കെ ചെയ്യുന്നുണ്ട്. നല്ല പെയിനും ഉണ്ട്. ഡോക്ടർ പ്രകാശ് ഇല്ലേ അവിടെ? ഡോക്ടർ പറഞ്ഞത് കൊച്ചമ്മയെ വിളിക്കാൻ. അമ്മാവനിരിക്കൂ, ഞാൻ പോയിട്ട് വരാം. അമ്മാവാ, അമ്മാവാ. വണ്ടി എടുക്കടാ. അമ്മാവാ, how is he? Pulse is normal and BP is fine. Teresa, get the injection. സംസാരിക്കണ്ട, കിടന്നോളൂ. സംസാരിക്കണ്ട, കിടന്നോളൂ. പ്രകാശ്, ഇനി പെയിൻ ഉണ്ടായാൽ ഒരു ഇഞ്ചക്ഷൻ കൂടി കൊടുത്തേക്ക്. ശരി. അരവിന്ദേട്ടൻ എന്താ പറയാൻ വന്നേ? സാവിത്രി അല്ലേ? അതെ. സാവിത്രി, താൻ ചെറുപ്പമാ. ഇതിനേക്കാൾ വലിയ പരീക്ഷണങ്ങൾ കഴിഞ്ഞാണ് ഞാൻ ഈ റിട്ടയർമെന്റിന്റെ വക്കലെത്തി നിൽക്കുന്നത്. അരവിന്ദൻ ആരുമാകട്ടെ, ഒരു കാരണവശാലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു പേഷ്യന്റ്.
ഈ കേസ് ഒരു ചാലഞ്ചായിട്ട് എടുക്കുക. അല്ലാതെ രോഗിയുടെ വേറെ ബോട്ട്സ് അറിഞ്ഞ് ചികിത്സിക്കുക, ഒളിച്ചോടുക, രാജിവെക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഡോക്ടർക്ക് അതിനേ സമയം കാണൂ. അതല്ല എനിക്കറിയാം. പക്ഷേ എന്റെ മനസ്സ് എന്റെ കൺട്രോളിലല്ല ഡോക്ടർ. രാജിവെച്ച് പോകുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷെ അയാളെ കാണുമ്പോൾ ഞാൻ അച്ഛനെ ഓർക്കും. പാതിരാത്രിയിൽ വീട്ടുമുറ്റത്ത് ഞങ്ങളുടെ എല്ലാം കൺമുമ്പിൽ വെച്ച് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് ഞാൻ എങ്ങനെ അയാളോട് സിമ്പതി കാണിക്കുക? ഞാനും ഒരു മനുഷ്യ സ്ത്രീയല്ലേ. ഹ്യൂമൻ ഫീലിങ്സ് ഒന്നും ഒരു ഡോക്ടർക്ക് പാടില്ലെന്നുണ്ടോ? ഉണ്ട്, പാടില്ലെന്നുണ്ട്. വെറുപ്പ്, പ്രതികാരം, ഇതൊക്കെ പാടില്ലെന്നുണ്ട്. നിയമവും കോടതിയും ഒക്കെ അയാളെ തൂക്കിക്കൊല്ലാൻ വെച്ചിരിക്കാം. പക്ഷേ ഒരു രോഗിയായി, പരിക്കേറ്റവനായി നമ്മുടെ മുമ്പിലെത്തിയാൽ മടങ്ങി പോകുന്നതുവരെ ജീവിച്ചിരിക്കാൻ അയാൾക്ക് അവകാശമുണ്ട്. അത് നിഷേധിക്കാൻ നമുക്ക് അവകാശമില്ല. ഞാൻ ആർക്കും ഒന്നും നിഷേധിക്കുന്നില്ല. അന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് പ്രതികാരം ചെയ്യാമായിരുന്നു. ചെറിയൊരു കയ്യബദ്ധം. 5 മണിക്കൂർ സമയമെടുത്താണ് അയാളെ ഞാൻ... ഇനി എനിക്ക് വയ്യ. അച്ഛന്റെ ആത്മാവ് ക്ഷമിക്കില്ല. ജീവിച്ചിരിക്കുന്ന എന്റെ ബന്ധുക്കൾ ക്ഷമിക്കില്ല. സാർ, ഞാൻ പോകും. ലീവ് ക്യാൻസൽ ചെയ്ത് 1 മാസത്തേക്ക് സാറിന് വരണം. അപ്പോഴേക്കും അയാൾ പോകും. പിന്നെ ഞാൻ മടങ്ങി വരാം. സാർ, കാപ്പി എടുത്തു വെച്ചു. കുട്ടി, ഞാൻ നിന്റെ സീനിയർ ഡോക്ടർ മാത്രമല്ല, അധ്യാപകൻ കൂടിയാ. 6 മാസം കൂടി കഴിഞ്ഞാൽ എനിക്ക് പെൻഷൻ. തൊട്ടു താഴെയുള്ള ഡോക്ടർ ഫോറിൻ ഡെപ്യൂട്ടേഷനിൽ. പിന്നെയുള്ളത് നീയാ. ഞാനിപ്പോൾ മടങ്ങി വന്നാൽ ഒരനാവശ്യ കീഴ്വഴക്കം സൃഷ്ടിക്കും. ഞാൻ വരുന്നുമില്ല, നീ പോകുന്നുമില്ല. രക്ഷപ്പെടാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? മരിക്കാൻ ആർക്കാണ് ഇഷ്ടം? തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ സംഭവിച്ചു. എനിക്ക് നിരാശയില്ല, തിരുത്തണമെന്നുണ്ട്. ഈ ലോക ജീവിതത്തോട് എന്നെ ബന്ധിച്ച് നിർത്തുന്ന ഒരുപാട് കണ്ണുകളുണ്ട്. രാഷ്ട്രീയം മാത്രമല്ല, എൻ്റെ അമ്മ, മോള് കുഞ്ഞുലക്ഷ്മി, അവരിപ്പോൾ എവിടെയാണാവോ? എന്നെ വിശ്വസിച്ച് ആയുധം കയ്യിലെടുത്ത് പാതി വഴി നടന്ന തൊഴിലാളികൾ, അവർക്കൊന്ന് വേലയുമില്ല, കൂലിയുമില്ല. ഞാൻ കാരണം. ഒന്നുകിൽ അവരെ തുടങ്ങിയിടത്തേക്ക് മടക്കി അയക്കുക, അല്ലെങ്കിൽ മുഴുവൻ വഴിയും നടത്തുക. രണ്ടും ഇനി സാധ്യമല്ല. ഒന്ന് ശ്രമിച്ചു നോക്കിയതാ, തോറ്റുപോയി. ഞാൻ പറയുന്ന വല്ലതും ഡോക്ടർ കേൾക്കുന്നുണ്ടോ? എന്നിട്ട് പോലീസ് എന്ത് ചെയ്തു? അവരെന്റെ തലയിൽ ആറ്റം ബോംബ് ഇട്ടു. പ്രകാശ്, ഹൗ ഈസ് ഹി നൗ? പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. റൗണ്ട്സിനും ആ സമയമായി. ഞാൻ പോട്ടെ.